നിങ്ങളുടെ സ്വപ്നങ്ങളെ പിന്തുടരാൻ ആഗ്രഹമുണ്ടോ? ജോലി തിരക്കാണോ തടസ്സം? വിഷമിക്കേണ്ട, ബാസ് സ്റ്റഡി സെന്റർ നിങ്ങളൊപ്പം ഉണ്ട്. BA, BCom, BBA, BSW പോലുള്ള ഡിഗ്രി കോഴ്സുകൾ നിങ്ങൾക്ക് എവിടെയിരുന്നും എപ്പോൾ വേണമെങ്കിലും പഠിക്കാം. ഇനി പ്രായമാണോ നിങ്ങളുടെ തടസ്സം? അല്ല. ഏത് പ്രായക്കാർക്കും മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഓൺലൈൻ ക്ലാസ്സുകളും സ്റ്റഡി മെറ്റീരിയലുകളും ഞങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. കൂടുതൽ അറിയാൻ വേണ്ടി താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. നിങ്ങളുടെ സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കാൻ ബാസ് സ്റ്റഡി സെന്റർ കൂടെയുണ്ട്. ഹായ്, ബാസ് ഡിസ്റ്റൻസ് ഡിഗ്രിയുടെ മറ്റൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മോഡൽ എക്സാമിനെ കുറിച്ചാണ്. മോഡൽ എക്സാം ഏത് രൂപത്തിലാണ് എഴുതേണ്ടത്, അല്ലെങ്കിൽ അതിന്റെ ഇമ്പോർട്ടൻസ് എത്രത്തോളം ഉണ്ട് എന്നൊക്കെയുള്ള ഒത്തിരി കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന്റെ ഡീറ്റെയിൽ വീഡിയോയിലോട്ട് കിടക്കാം. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലേക്ക് അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുള്ള വിദ്യാർത്ഥികളാണ് നിങ്ങളെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ ഇനി എല്ലാവരും തന്നെ നമുക്ക് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന ടൈമാണ്. ചിലപ്പോൾ പഠിച്ച് തുടങ്ങിയിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ പഠിക്കാനിരിക്കുന്നവരുണ്ടായിരിക്കും. അപ്പം അതിനൊക്കെ മുൻപായിട്ട് നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് മോഡൽ എക്സാം നടത്തുക എന്നുള്ളതാണ്. അപ്പം നിങ്ങളിപ്പം SSLC അതുപോലെ തന്നെ +2 എല്ലാം കഴിഞ്ഞിട്ടുള്ള സ്റ്റുഡൻസ് ആണ് അല്ലേ? അപ്പൊ അതുപോലെ തന്നെ നമുക്കിപ്പം മെയിൻ എക്സാമിന് മുൻപായിട്ട് നമുക്ക് മോഡൽ എക്സാമും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അപ്പൊ മോഡൽ എക്സാമിന്റെ ഇമ്പോർട്ടൻസ് അറിയാത്ത ആളുകളായിരിക്കും പലരും ഉണ്ടായിരിക്കുക. അപ്പൊ മോഡൽ എക്സാം ഏത് രൂപത്തിലാണ്, അല്ലെങ്കിൽ എങ്ങനെയാണ് എക്സാംസ് അറ്റൻഡ് ചെയ്യേണ്ടത് എന്നൊക്കെയുള്ള ഒത്തിരി കാര്യങ്ങൾ, അതായത് നിങ്ങളെ തന്നെ വിലയിരുത്തുന്ന രീതിയിലാണ് നമ്മൾ ഈ ഒരു മോഡൽ എക്സാം നടത്തേണ്ടത്. ഇപ്പം മോഡൽ എക്സാം അറ്റൻഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഓരോരുത്തർക്കും മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും നിങ്ങൾ എത്രത്തോളം മോഡൽ എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു ടൈം അനുസരിച്ച് നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്നുണ്ടോ, അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസിനനുസരിച്ചുള്ള ആൻസേഴ്സ് ആണോ നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്നത്. അത് ഒത്തിരി കണ്ടന്റും കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട് തന്നെയാണോ നിങ്ങൾക്ക് എക്സാം എഴുതാൻ പറ്റുന്നത് എന്നൊക്കെയുള്ള ഒത്തിരി കാര്യങ്ങൾ നിങ്ങൾക്ക് ഈ ഒരു മോഡൽ എക്സാമിലൂടെ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കി എടുക്കാൻ വേണ്ടി സാധിക്കും. അപ്പം അതുകൊണ്ട് തന്നെയാണ് നമ്മളൊരു മോഡൽ എക്സാം നടത്തുന്നത്. ഇവിടെ പഠിക്കുന്ന സ്റ്റുഡൻസ് ആണെങ്കിലും ശരി, നിങ്ങൾ ടെൻഷൻ ആവേണ്ട കാര്യമില്ല. നമുക്ക് ഇവിടെ എന്തായാലും മോഡൽ എക്സാമും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അപ്പം അതായത് ടൈമിനനുസരിച്ച് നമ്മൾ മോഡൽ എക്സാം ഒക്കെ നടത്തുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ ഒന്ന് മനസ്സിലാക്കി എടുക്കാൻ വേണ്ടി സാധിക്കും. ഇനിയിപ്പോൾ അതല്ല പുറത്തുനിന്നുള്ള സ്റ്റുഡൻസ് ആണെങ്കിലും മസ്റ്റായിട്ടും മോഡൽ എക്സാമും കാര്യങ്ങളൊക്കെ നടത്തിയതിന് ശേഷം മാത്രം നിങ്ങൾ മെയിൻ എക്സാം എഴുതാൻ വേണ്ടി നിൽക്കുക. അപ്പം നമുക്ക് ടൈം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ടൈമിനുള്ളിൽ ഇത്ര ടൈം, ഇപ്പോൾ ഒരു 3 hours ആണെങ്കിൽ ആ ഒരു 3 hoursനുള്ളിൽ തന്നെ നിങ്ങൾക്ക് എക്സാം എഴുതി എല്ലാ ആൻസേഴ്സും എഴുതി കംപ്ലീറ്റ് ചെയ്യുന്ന രീതിയിലായിരിക്കണം നിങ്ങൾ മെയിൻ എക്സാം എഴുതേണ്ടത്. അപ്പം അതിനു മുന്നേ നമ്മളിപ്പോൾ ഒരു മോഡൽ എക്സാമും കാര്യങ്ങളൊക്കെ എഴുതി നോക്കിയതിന് ശേഷം നിങ്ങൾ പോയി എക്സാം എഴുതുവാണെങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് ആ ഒരു ടൈമിനനുസരിച്ച് എക്സാം എഴുതാനും അതുപോലെ മാർക്കിനനുസരിച്ച് എക്സാം എഴുതാനൊക്കെ നിങ്ങൾക്ക് സാധിക്കുള്ളൂ. ഓക്കെ, അപ്പോൾ അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് നമുക്ക് ആൻസർ ഷീറ്റാണ്. ഒരു ആൻസർ ഷീറ്റ് എങ്ങനെ പ്രസന്റ് ചെയ്യണം, അല്ലെങ്കിൽ അത് എങ്ങനെയാണ് ആൻസേഴ്സ് എഴുതേണ്ടത്. ഇപ്പം നമുക്കൊരു 15 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ ആ 15 മാർക്കിന് ഇപ്പോൾ 2 വരി എഴുതി കഴിഞ്ഞാൽ നമുക്ക് 15 മാർക്ക് കിട്ടില്ല. അപ്പം അതുകൊണ്ട് ഡീറ്റെയിൽ ആയിട്ട് തന്നെ എഴുതണം. ഒരു ഇൻട്രൊഡക്ഷൻ ഉണ്ടായിരിക്കും, അതുപോലെ കണ്ടന്റ് ഉണ്ടായിരിക്കും, അതുപോലെ ഒരു കൺക്ലൂഷൻ ഉണ്ടായിരിക്കും. അപ്പം ഇതെല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ട് അതിൽ മെയിൻ പോയിന്റ്സ് ഒക്കെ നിങ്ങൾ മാർക്ക് ചെയ്ത് വേണം. അതായത് പെൻസിൽ വെച്ചോ അല്ലെങ്കിൽ പെന്ന് വെച്ചോ നിങ്ങൾ മെയിനായിട്ട് മാർക്ക് ചെയ്തിരിക്കണം. കാരണം നമുക്കിപ്പം എക്സാം ഒരു വാല്യുവേഷൻ ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ആൾ പെട്ടെന്ന് ശ്രദ്ധിക്കപ്പെടുന്നത് എന്താണ്, നമ്മൾ മാർക്ക് ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പം നമ്മളുടെ ഈ എഴുതുന്ന രീതിയിലും അതുപോലെ തന്നെ നമ്മൾ മാർക്ക് ചെയ്യുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ മാർക്ക് ചെയ്യുമ്പോഴാണ് നമുക്ക് അവിടെ മാർക്ക് വരുന്നത്. അതായത് ഇപ്പോൾ 15 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് മാർക്ക് കിട്ടാവുന്നതായുള്ളൂ. അപ്പം അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കണം. അതുപോലെ ആൻസർ ഷീറ്റും നമുക്ക് മസ്റ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. പിന്നെ ഒരുപാട് പെന്നും കാര്യങ്ങളൊന്നും യൂസ് ചെയ്ത് നിങ്ങൾ എഴുതരുത്. ഏതെങ്കിലും 1 2 പെന്ന് മാത്രമേ യൂസ് ചെയ്യുക. നമുക്കിപ്പം മിക്സ്ഡ് ആയിട്ട് എഴുതി കഴിഞ്ഞാൽ തന്നെ നമുക്ക് അവിടെ നെഗറ്റീവ് മാർക്കാണ് വരുന്നത്. അപ്പം അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കണം. അപ്പോൾ പല സ്റ്റുഡൻസും വിചാരിക്കുന്നുണ്ടായിരിക്കും നമുക്ക് മോഡൽ എക്സാമിന് വലിയ ഇമ്പോർട്ടൻസ് ഒന്നും വേണ്ട, നമുക്കിപ്പോൾ മെയിൻ എക്സാമിന് കൂടുതലായിട്ട് ഇരുന്ന് പഠിച്ച് മെയിൻ എക്സാം നല്ല രീതിയിൽ അറ്റൻഡ് ചെയ്താൽ മതിയല്ലോ എന്ന് വിചാരിക്കുന്നവരുണ്ടായിരിക്കും. പക്ഷെ അത് അങ്ങനെയല്ല. നമുക്ക് മോഡൽ എക്സാം എഴുതി നമ്മളത് എഴുതിയാൽ തന്നെ നമുക്കതിൻ്റെ എക്സാം ടൈമും അതുപോലെ തന്നെ മാർക്ക് ചെയ്ത രൂപത്തിലാണ്, അതല്ലെങ്കിൽ ഇന്ന ടൈമിനുള്ളിൽ നിങ്ങൾക്ക് തീർക്കാൻ പറ്റുന്നുണ്ടോ, എക്സാംസ് കംപ്ലീറ്റ് എഴുതാൻ പറ്റുന്നുണ്ടോ, ക്വസ്റ്റ്യൻസിന് ആൻസേഴ്സ് എഴുതാൻ പറ്റുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് തന്നെ വിലയിരുത്താൻ പറ്റും. അപ്പം ഇത്തരത്തിൽ ഒരുപാട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം മാത്രം നിങ്ങൾ മെയിൻ എക്സാം അറ്റൻഡ് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി ഈസി ആയിരിക്കും. കാരണം നമുക്ക് അത്യാവശ്യം ആൻസേഴ്സും കാര്യങ്ങളൊക്കെ അറിയാം, അല്ലെങ്കിൽ ഏത് രൂപത്തിൽ എഴുതണം എന്നുള്ളത് നമ്മൾ മോഡൽ എക്സാമിലൂടെ പഠിക്കുന്നുണ്ട്. അപ്പം ആ ഒരു മോഡൽ എക്സാമിന്റെ എക്സ്പീരിയൻസ് വെച്ചിട്ട് നിങ്ങൾക്ക് ഈ ഒരു മെയിൻ എക്സാം വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ കേട്ടോ. അപ്പം നമ്മുടെ സ്റ്റുഡൻസിന് നെക്സ്റ്റ് വീക്ക് തൊട്ട് നമുക്ക് മോഡൽ എക്സാമും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ എല്ലാവരും പ്രോപ്പറായിട്ട് തന്നെ പഠിക്കുക. അതുപോലെ ഇനി പുറത്തുള്ള സ്റ്റുഡൻസ് ആണെന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ടും നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ വെച്ച് പഠിച്ചിരിക്കണം. കാരണം ഒരു മോഡൽ എക്സാമെങ്കിലും നിങ്ങൾ മെയിൻ എക്സാമിന് മുൻപായിട്ട് അറ്റൻഡ് ചെയ്തിരിക്കണം കേട്ടോ. നിങ്ങൾ തന്നെ സ്വയം എക്സാം ടൈമും കാര്യങ്ങളൊക്കെ കീപ്പ് ചെയ്ത്
മോഡൽ എക്സാം അറ്റൻഡ് ചെയ്തതിന് ശേഷം മാത്രം മെയിൻ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുക. ഇനി മോഡൽ എക്സാമുമായി ബന്ധപ്പെട്ട് മറ്റെന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്